ചതിക്കായിരുന്നു തന്നെ. സ്നേഹം കുഴച്ചുരുട്ടി തന്ന് മണ്ടനാക്കുമായിരുന്നു തന്നെ. സീതയെ ന്യായീകരിച്ചതിന്റെ പേരിൽ ശാരദയോട് തട്ടിക്കയറുന്ന ബാലൻ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് വിശ്വസിച്ചാ മതി മക്കളെ. നിർത്തടി. നീ തെറ്റിയതട്ടെ നീ മറ്റുള്ളവരെ ശിക്ഷിക്കാൻ നിൽക്കുന്നു. സീതയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്ന ബാലനെ പൂക്കോടി പുറത്താക്കുന്നു. അമ്മേ, ബാലട്ടൻ കരുതു പോലെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. സത്യം. എന്റെ അമ്മയുടെ മുമ്പിൽ ന്യായം പറയാൻ നീ ആരാടാ? ബാലട്ട ഇറങ്ങി. വയലോരം വീട്ടിലെത്തുന്ന മനസ്സജനുമായി ബാലൻ വഴക്കുണ്ടാക്കുന്നു. കുട്ടിമണിയുമായി വയലോരം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ച മനസ്സജനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് മതികല. മനസ്സിലായല്ലോ രണ്ടിനും. എല്ലാം സഹിച്ച് കുറുപ്പിനോട് സങ്കടം പറയുന്ന ശാരദ. അമ്മ എന്തിനാ ഇവിടെ വന്നെന്ന് കറിയുന്നേ? വന്ന് വീട്ടിലിരിക്കെ. എന്താ ഞാനിവിടെ നിന്നാൽ നിന്റെ അച്ഛന്റെ, അതായത് എന്റെ ഭർത്താവിന്റെ അടുത്താ ഞാൻ. അമ്മ ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ അകത്തേക്ക് പോവാ. നാട്ടുകാര് പറയുന്നതാണല്ലേ നിനക്ക് കുറ്റം, അല്ലാതെ അമ്മയുടെ കണ്ണീരല്ലല്ലോ. അമ്മയുടെ കണ്ണുനീരും ചന്ദ്രേട്ടന് സങ്കടമോ? അതല്ലേ അമ്മയെ വിളിക്കാൻ വന്നത്? എന്റെ കണ്ണുനീര് ഇവന് സങ്കടമാണെങ്കിൽ വീട്ടിലേക്ക് വിളിക്കേണ്ടത് ഇവൻ എന്നെയല്ല. നെഞ്ച് പിഞ്ഞക്കേറിയ സങ്കടമായി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളുണ്ട്, ഇവന്റെ പെങ്ങള്, എന്റെ കുട്ടിമണി. കുട്ടിമണിയെ തിരിച്ചു വിളിക്കുന്നതിനും കുട്ടിമണി തിരിച്ചു വരുന്നതിനും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ബാക്കി കൂടി അമ്മ കേൾക്ക്. തിരിച്ചു വരേണ്ടത് കുട്ടിമണി മാത്രം, ഇവിടെ താമസിക്കേണ്ടതും കുട്ടിമണി മാത്രം. മനസ്സിന് കുട്ടിമണിയെ വന്ന് കാണാം, ഈ ഗേറ്റിനപ്പുറത്ത്. നിർത്തടാ. എങ്ങനെ തോന്നുന്നു നിനക്ക് ഇതൊക്കെ പറയാൻ? അളമുട്ടിയ ചേരയും കടിക്കൂ നമ്മ കേട്ടിട്ടില്ലേ? എന്നെ ചതിച്ചവരോടും എന്നെ ദ്രോഹിച്ചവരോടും ഇനി ഞാൻ കണക്ക് ചോദിക്കും. അവരുടെ വിധി ഞാൻ തീരുമാനിക്കും. ബാല, പഞ്ചാംഗം കത്തിച്ചുകൊണ്ട് സൂര്യാസ്തമയം മാറത്തില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? നീ ഇറക്കി വിട്ടു എന്നതുകൊണ്ട് കുട്ടിമണിയും മനസ്സിനും നട ഓടിക്കിടന്ന് ചാവത്തൊന്നുമില്ല. കുട്ടിമണിയെയും മനസ്സിനെയും മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞിനെ കൂടി നീ ഇറക്കി വിട്ടത്. ആ ബാലശാപം നിന്റെ തല വീഴാതിരിക്കാൻ ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. അമ്മേ, ഞാൻ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് നീ പോ ബാല. എനിക്ക് കുറച്ചു നേരം എന്റെ അച്ചോട്ടിനടുത്ത് ഒറ്റയ്ക്ക് നിൽക്കണം. മനുഷ്യ, ആ മനുഷ്യോ, എന്താ മനുഷ്യ, എന്താ കുട്ടു? എനിക്ക് ഉറക്കം വന്നു. ഉറങ്ങിക്കോ. ഇതാണോ നമ്മുടെ വീട്? ആ. എന്നിട്ട് കട്ടിലും മെത്തേക്ക് എന്തേ? കട്ടിലും മെത്തേം കൂടെ കാശിക്ക് പോയി. അയ്യോ, ഇനി എപ്പോ തിരിച്ചു വരും? മറ്റന്നാ രാവിലെ 10 മണിക്ക്. ഷോ, അതുവരെ ഞാൻ എവിടെ കിടക്കും? തലമന ഉണ്ടോ? തലമണയല്ല, തലയിണ. ആ, കുറ്റം പറയാൻ വന്നേക്കുന്നു. തല വെച്ചാ പോരെ. കുട്ടു ഒരു കാര്യം ചെയ്യും, ഈ ബാഗിലോട്ട് തല വയ്ക്കും. ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാനേ മനുഷ്യന്റെ മടിയിൽ തല വെച്ചോളാം. ശരി, വാ വാ, ഉറങ്ങിക്കും. മനുഷ്യൻ വാവാവോ പാടുവാണ്. വാവാവോ വാവാവോ വാ. ഇങ്ങനെയാണോ വാവാവോ പാട്ട് പാടുന്നേ? നന്നായിട്ട് അങ്ങോട്ട് പാടിക്കേ. വാവാവോ വാവാവോ വാവേ വാവേ വാവാവോ. രണ്ടിനെയും ഞാൻ കണ്ടു മാഡം. ഇനി എന്ത് വേണമെന്ന് ശിവയ്ക്കറിയാം. മനുഷ്യ വാവാവോ ഇനി മതി. ഇനി കഥ പറ, കഥ. ഇനി ഞാൻ ഏറ്റു മാഡം. സിജനും കുട്ടിമണിയും ഇനി വയലോരം വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല. പോരെ? ഇത്തവണയെങ്കിലും പാളരുത്. അഭയം കൊടുക്കാന്ന് പറഞ്ഞ് രണ്ടിനെയും കൂട്ടിക്കൊണ്ടു പോവുക. ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച്. അറിയാം മാഡം. എന്നാ വെച്ച് വിവരങ്ങൾ അപ്പ തന്നെ എന്നെ അപ്ഡേറ്റ് ചെയ്യണം, കേട്ടല്ലോ? ഓക്കെ മാഡം. എടാ,
നീയൊക്കെ അങ്ങോട്ട് മാറിയെന്നു. ഞാനൊന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരാം. ശരി. അങ്ങനെ കരടിയുടെ മുമ്പിൽ ശ്വാസം പിടിച്ചു കിടന്ന മാധവൻ രക്ഷപ്പെട്ടു. മല്ലൻ നാണിച്ചു പോയി. അത് ശരി, കഥ പറഞ്ഞാൽ കേട്ട് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കണമെങ്കിൽ ഉണനെ കിടക്കണ്ടേ? ഒന്നും അറിയാത്തൊരു മണ്ടൻ മനുഷ്യൻ. എനിക്ക് വയ്യ. അതെ, എനിക്ക് ഉറക്കം വരുന്നത് നല്ല കഥ പറഞ്ഞു. എന്നാ പിന്നെ വല്ല സൂപ്പർ സ്റ്റാർ സിനിമയുടെയും കഥ പറയാം. ആ, അതെ, പിന്നെ പണ്ട് പണ്ട് സീതെടുത്തി എല്ലാം ഞാൻ അറിഞ്ഞു. സന്ധ്യ മുതൽ നിങ്ങളെ തേടി നടക്കുവാ ഞാൻ. എന്താ അടുത്ത പരിപാടി? ഒരു വീട് വാടകയ്ക്ക് എടുക്കണം. എന്തായാലും ഈ രാത്രിയിലത് പറ്റത്തില്ലല്ലോ. തൽക്കാലം രണ്ടുപേരും എന്റെ കൂടെ വാ. അയ്യോ സീതെടുത്തി, എന്താ സിജ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല സീതെടുത്തി. വയലോരം വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി ഞങ്ങള് സീതയെടുത്തിയുടെ വീട്ടിൽ വന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ പലർക്കും സീതയെടുത്തിയോടുള്ള ദേഷ്യം കൂടും. അതൊന്നും സാരമില്ല. ആരെയും പ്രീതിപ്പെടുത്തി നിർത്തേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. എന്നാലും സീതയെടുത്തി ഒരെന്നാലും ഇല്ല. ഈ അവസ്ഥയിൽ കുട്ടിമണിയെ റോഡരികി കിടത്താൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. എനിക്കാണെങ്കിൽ അങ്ങ് തണുത്തിട്ട് വയ്യ. ഭയങ്കര കൊതുകും, തലമനേ ഇല്ല. വാ മോളെ, വാ സിജ. നോയിക്കോട്ടങ്ങ് നിക്കുക. നോക്കി വരണേ. ഓ, നോക്കി തന്നെ. വാ. മനുഷ്യ, ഇനി നമ്മളെ ഈ വല്യച്ഛന്റെ വീട്ടിലാണോ താമസിച്ചിരുന്നേ? എന്നാ പിന്നെ എന്റെ അമ്മയെ അച്ഛൻ അമ്പലം ഇങ്ങ് കൊണ്ടുവരാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാൻ കിട്ടൂ. ആഹാ, എവിടുന്ന് കിട്ടി സീത മോളെ രണ്ടുപേര്? അതൊക്കെ കിട്ടി. ഞാൻ ചെല്ലുമ്പോഴേ പാവങ്ങള് രണ്ടും കൂടി ഒരു വെയിറ്റിംഗ് ഷെഡ് വീടാക്കി ഉറങ്ങാൻ തുടങ്ങുവാ. ഞാനേ മനുഷ്യന്റെ മടി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ അല്ലേ? ഇവിടെ ദേ അമ്മ മുറിയൊരുക്കി കട്ടിലൊക്കെ വിരിച്ചിട്ടേക്കുവാ. പോയി കിടന്നുറങ്ങിക്കോ. അയ്യോ, അത് പറ്റത്തില്ല. പറ്റത്തില്ലെന്നോ? അതെന്നാ? പറ്റത്തില്ലെന്ന് വെച്ചാലേ എനിക്കുണ്ടല്ലോ എന്തേലും ഭക്ഷണം അങ്ങോട്ട് കഴിച്ചാലേ ഉറക്കം പറ്റുള്ളൂ. അമ്മേ, കുട്ടിമണിക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടില്ലേ? ഉണ്ട്. ചോറും സാമ്പാറും അവിയലും മോരും മെഴുക്കുവരട്ടിയും തോരനും പപ്പടവും പിന്നെ മീൻകറിയും മീൻ വറുത്തതും. അയ്യോ, അല്ല ഈ വീട്ടിൽ ഒരു വലിയ അച്ചാറില്ലേ? അച്ചാറും ഉണ്ട്. അയ്യോ, എന്നെ പിന്നെ എടുത്തോ. ഓ, എന്നെ വിശന്നിട്ട് വയ്യ. എന്നാ വാ. അതെ, കൈ കഴുകിയിട്ട് കഴിക്കണേ കുട്ടു. എന്നാത്തിനാ? ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴിവുന്നുണ്ടല്ലോ. അയ്യോ അതല്ല, കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. കയ്യിലെ ബാക്ടീരിയ കാണും. രോഗാണുക്കള്, ബാക്ടീരിയ. അങ്ങനെ എന്റെ കയ്യില് ബട്ടൂരിയൊന്നും വരത്തില്ല. ഇനി വന്നാ തന്നെ കൈ കഴിവാതെ കൊല്ലാനുള്ള വിദ്യൊക്കെ എനിക്കറിയാം. ഞാൻ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ അങ്ങോട്ട് പീടിച്ചാതെ ചേച്ചി വലിച്ച് ഒറ്റ എല്ലാ ബട്ടൂരിയും ചത്തു. എന്റെ എന്നാ വാ. ഞാൻ പോയിട്ട് അതെ, ആ മീൻ വറുത്തത് തരുമ്പോ ഉണ്ടല്ലോ എനിക്കൊരു 8 കഷ്ണം അങ്ങ് തന്നേക്കണം. കുഞ്ഞുമണിക്ക് വേണം. അപ്പൊ എല്ലാം കൂടി ഒരു സീതെടുത്തി, ഞങ്ങളെവിടെ കൊണ്ടുവന്നു, ഭക്ഷണം തരുന്നു, തല ചായ്ക്കാൻ ഇടം തരുന്നു. പക്ഷേ നാളെ ഇത് വേറൊരു കഥയായിട്ട് മറ്റുള്ളവർ പറയൂ. കഥകള് പറയുന്നവര് പറയട്ടെ സിജ. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ചു പേര് മതി. അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് മുമ്പിൽ നമ്മൾ ശരിയായിരുന്ന മതി. ലോകം ഓരോ സമയത്ത് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. സിജ, പോയി ഭക്ഷണം കഴിക്കും. സീതെടുത്തി, ഒരു ബന്ധം ഇല്ലാതിരുന്ന എന്നെ നന്ദി പറയാനാണ് സിജൻ ശ്രമിക്കുന്നെങ്കിൽ വേണ്ട. മനസ്സിനിപ്പോ സീതയുടെ കൂടെ പറപ്പ. പിന്നെ ബന്ധത്തിന്റെ കാര്യം, ഞരമ്പിൽ ഒരേ ചോര ഓടുന്നുകൊണ്ട് ആരും ബന്ധുക്കളാവില്ല സിജ. പരസ്പരം മനസ്സിലാക്കാനും സാന്ത്വനിപ്പിക്കാനും സഹായിക്കാനും സ്നേഹിക്കാനും കഴിയണം.
എങ്കിലേ ബന്ധുക്കളെന്ന് പറയാൻ പറ്റൂ. സിജൻ ചെല്ല. ആ. ചന്ദ്രേട്ട, ആ അമ്മയുടെ ഭാവം കണ്ടാ തോന്നും ഞാനും ചന്ദ്രേട്ടനും എന്തോ വലിയ മഹാപാപം ചെയ്തൂന്ന്. വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിലേ കൊലപാതകം നടന്നേനെ. കൊലപാതകം. മൂത്ത മോനോടും സ്വന്തം മോളോടും ലോകത്താരും കാണിക്കാത്ത ചതി കാണിച്ചവനോടാ അമ്മയ്ക്ക് സിമ്പതി. അല്ല, സിജൻ അങ്ങനെ ചെയ്യോ, സിജനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അവൻ എന്താ ചന്ദ്രേട്ട ഈ വീട്ടിലുള്ള എല്ലാവർക്കും വല്ല കൈവശവും കൊടുത്തോ? അത്രയ്ക്കങ്ങ് മനസ്സിലോട്ട് ഒട്ടിപ്പിടിക്കാനായിട്ട്. അത്രയ്ക്ക് ഞങ്ങളെയെല്ലാം അവനങ്ങ് വിശ്വസിപ്പിച്ചു കളഞ്ഞു. കുട്ടിമണിക്കൊരു ജീവിതം കൊടുക്കാൻ ഒരു ഉപാധികളും ഇല്ലാതെ വന്നവനാ. ബഹുമാനമായിരുന്നു അവനോട് എനിക്ക്. കുട്ടിമണിക്കൊരു ജീവിതം കൊടുക്കാൻ വന്നവൻ. അവൻ വന്നതേ ചന്ദ്രേട്ടന്റെ ജീവിതം എടുക്കാനായിരുന്നു. ആ ചതിയന്റെ മുഖവും കണ്ടോണ്ട് എങ്ങനെ എനിക്കും ചന്ദ്രേട്ടൻ ഈ വീട്ടിൽ കഴിയാൻ പറ്റും? അമ്മ എന്താ അതേപ്പറ്റി ചിന്തിക്കാത്തെ? പറ്റിയത് പറ്റി. ഇനി കൂടുതൽ മണ്ടനാവാൻ ഞാനില്ല. സീത ചിലപ്പോ നിയമപരമായി മൂവ് ചെയ്യാൻ ഇടയുണ്ട്. പ്രശ്നാവോ എന്തു? നോക്കാം. സീതയെ തേടിക്കൊടുത്ത പത്രപരസ്യങ്ങളൊക്കെ ചന്ദ്രേട്ടന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ആ, അത് വേണ്ടിവരും. മനസ്സുജനെ ചന്ദ്രേട്ടൻ ഇറക്കി വിട്ടു എന്നുകൂടി അറിയുമ്പോ സീതയുടെ ഉള്ളിലെ പക ഇരട്ടിക്കും. പിന്നെ എന്ത് ചെയ്യാനും അവള് മടിച്ചൂന്ന് വരില്ല. ഇന്ദുവെടുത്തി ബാലേട്ടാ, അറിഞ്ഞോ പുതിയ വാർത്ത? ഇല്ല, എന്താ കലേ? ആ, ഭയങ്കര രസമാ. എല്ലാവരും നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ വലിയ പുള്ളികളാ. കലമോള് കാര്യം പറ. ഇന്നലെ ഇവിടുന്ന് പോയ മനസ്സുജനും കുട്ടിമണിയും ഇപ്പൊ എവിടാണെന്ന് അറിയാമോ? എവിടാ? എവിടെ ആയിരിക്കും? പറയൂ കലേ. സീതയുടെ വീട്ടിൽ. സത്യമാണോ? സത്യം. ക്രിസ്റ്റൽ ക്ലിയർ ഇൻഫർമേഷനാ. സംശയം ഉണ്ടെങ്കിൽ ബാലേട്ടിന് പോയി നോക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചന്ദ്രേട്ട? ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, സീത അടങ്ങിയിരിക്കത്തില്ലെന്ന്. ഗർഭത്തിന്റെ ഉത്തരവാദിയെ നടുറോടി കിടത്താൻ പറ്റത്തില്ലല്ലോ. ബാലേട്ടൻ ഇറക്കി വിട്ടതോടെ അവരുടെ റൂട്ട് ഒന്നുകൂടി ക്ലിയർ ആയി. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലും. മനസ്സുജന് ഉത്തരവാദിത്തമുള്ള പുരുഷനാ. കണ്ടില്ലേ 2 ഗർഭവും അടുത്ത് നിന്ന് പരിചരിക്കുന്നത്. ഒന്നും അറിയാതെ പാവം കുട്ടിമണി. ഇനിയാണ് സീതയുടെ യഥാർത്ഥ നിറം പുറത്തു വരാൻ പോകുന്നത്. കുട്ടിമണിയെ അവര് 2 പേരും ചേർന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കും, അല്ലെങ്കിൽ കൊല്ലും. പ്രസവത്തോടെ കുട്ടിമണിയും കുഞ്ഞും മരിച്ചു എന്ന് വരുത്തി തീർത്താൽ മതിയല്ലോ. പിന്നെ മനസ്സുജനും സീതയിടത്തേക്കും അവരുടെ കുഞ്ഞിനെയും വളർത്തി സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഇനി കേസ് നടത്തിയാൽ ജീവിക്കാനുള്ള വക ബാലേട്ടനിൽ നിന്ന് തന്നെ കോടതി വഴി അവർക്ക് കണ്ടെത്താനും പറ്റും. ആ എന്നെ അംശം എന്താ ഇന്ദുവെടുത്തി അതിന് പറയുന്നേ? ജീവനാംശം. ജീവനാംശം മതി. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെ സമ്മതിക്കത്തില്ല. സമ്മതിക്കരുത് ബാലേട്ട, സമ്മതിക്കരുത് ഇന്ദുവെടുത്തി. എന്റെ കുറുപ്പച്ചോ, ഇവിടെ നടക്കുന്നത് വല്ലോ അറിയുന്നുണ്ടോ? കനല് വീണ കച്ചിത്തൂർ പോലെ നിന്ന് നീറി പുകയുവാ വയലോരം വീട്. എല്ലാവരും കൃത്യമായി പ്ലാൻ ചെയ്താ ചന്ദ്രേട്ട കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ മാത്രം വിഡ്ഢികള്. സീതയുടെ ചതിയെപ്പറ്റി എല്ലാം അറിഞ്ഞപ്പോഴും എനിക്കൊരല്പം അലിവ് സീതയോടുണ്ടായിരുന്നു. ചന്ദ്രേട്ടനോട്
സീതയുടെ പേരിൽ വഴക്കിട്ട് സംസാരിക്കുമ്പോഴും കരുണയുടെ ഒരു കണിക അവൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നതാ. അവളുടെ സ്ഥാനത്തേക്ക് കയറി വന്നൊരു പെണ്ണാണല്ലോ ഞാനെന്നുള്ള ചിന്ത, അവള് ഗർഭിണിയാണല്ലോ എന്നുള്ളൊരു അനുതാപം. പക്ഷെ ഇന്നുകൊണ്ട് അതെല്ലാം തീർന്നു ചന്ദ്രേട്ട. കൂടപ്പറപ്പിനെ പോലെ ചന്ദ്രേട്ടൻ സ്നേഹിച്ച മനസ്സജന ചന്ദ്രേട്ടനെ ചതിച്ചത്. അവനെ ചന്ദ്രേട്ടൻ ഇവിടെ കയറ്റാതായപ്പോ കണ്ടില്ലേ, കൃത്യമായിട്ട് സീത പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. കഷ്ടം. എന്ത് അഹങ്കാരമാണെന്ന് ചന്ദ്രേട്ടനൊന്ന് ഓർത്തു നോക്കിയേ. ചന്ദ്രേട്ടന്റെ മുഖത്താ സീത ചവിട്ടിയത്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ. ഞാൻ വിശ്വസിച്ചവരൊക്കെ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. വയലോരം വീട്ടിലെ ബാലേന്ദ്രൻ ഭൂമിയോളം ക്ഷമിക്കും. പക്ഷെ അതിനും താഴേക്ക് പോവാൻ എനിക്കറിയത്തില്ല. ഈ വീട്ടിലുള്ളവർക്കും നിങ്ങൾ ആൺമക്കളോടുള്ളതിനേക്കാൾ കൂടുതൽ പ്രിയം ഇപ്പോഴും മനസ്സജനോടാ. കുട്ടിമണിക്ക് ജീവിതം കൊടുത്ത മഹാത്യാഗിയാണെന്നാണല്ലോ വെയ്പ്പ്. ആ ത്യാഗത്തിന് പിന്നിലെ കൊടും ചതിയുടെയും സ്വാർത്ഥതയുടെയും കഥ ആർക്കൊട്ടും മനസ്സിലായിട്ടുമില്ല. സീതയുടെ വീട്ടിലും മനസ്സിനെ താമസിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയട്ടെ. അങ്ങനെ പറയാൻ നമുക്ക് എന്ത് അവകാശ ചന്ദ്രേട്ടൻ? അങ്ങനെ ചന്ദ്രേട്ടൻ തറപ്പിച്ചു പറഞ്ഞാൽ ഭാര്യയുടെ അവകാശം സ്ഥാപിക്കാൻ സീത വീണ്ടും വരും. മനസ്സജന്റേതെന്ന് പറയപ്പെടുന്ന കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചന്ദ്രേട്ടന്റെ തലയിൽ വരും. കുഞ്ഞ്? അതെ, കുഞ്ഞ്. അതൊരു ഇഷ്യൂ തന്നെയാണ് ചന്ദ്രേട്ടൻ. മനസ്സജൻ എന്ന ഡ്രൈവറുടെ ചോരയിൽ ജനിച്ച കുട്ടി വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ കുഞ്ഞ് എന്നറിയപ്പെടും. അത് ചന്ദ്രേട്ടന് നാണക്കേട് തന്നെയാണ്. പാവം കുട്ടിമണി കഥ അറിയാതെ ആട്ടം കാണുക. കുട്ടിമണിയുടെ ഗർഭസംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് മനസ്സജനും സീതയും വീണ്ടും എല്ലാവരെയും സമർത്ഥമായി പറ്റിക്കുക. സീതയ്ക്ക് സീതയുടെ കുഞ്ഞാണ് വലുത്. മനസ്സജൻ സീത പറയുന്നതിനപ്പുറം പോവില്ല. നാളെ കുട്ടിമണിയുടെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ പോലും അവരും മടിക്കത്തില്ല. കുട്ടിമണിയെ പോലെ എന്തേലും കുറവുള്ള കുഞ്ഞാണോ ജനിക്കാൻ പോകുന്നതെന്നുള്ള ആദ്യം ഇപ്പോഴേ തുടങ്ങിക്കാണും. മതി, നിർത്ത്. എല്ലാവരും ചതിക്കപ്പെട്ട ബാലേന്ദ്രൻ ഇനി ചൂടുറപ്പിച്ച് തന്നെ കളിക്കാൻ പോവാ. കുട്ടിക്കാലം മുതൽക്ക് എന്നെ അറിയാവുന്നവളല്ലേ നീ? നീ മാത്രം മതി എന്റെ കൂടെ. ഞാനുണ്ട് ചന്ദ്രേട്ടന്റെ കൂടെ. ഇനി എന്തു വേണമെന്ന് എനിക്കറിയാം. വയലോരം വീട്ടിലെ ബാലചന്ദ്രൻ പാവ, ഒരുപാട് പാവ. പക്ഷേ പത്തിക്കടിച്ചാൽ പതിയിരുന്ന് കൊത്തി മലർത്തും. നോക്കിക്കോ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നോ. തിരിച്ചു വരേണ്ടത് കുട്ടിമണി മാത്രം. ഇവിടെ താമസിക്കേണ്ടതും കുട്ടിമണി മാത്രം. അമ്മേ, അമ്മ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കരയുവാണോ? അമ്മ ഇന്ന് ഒറ്റയ്ക്കാണല്ലോ. എന്നാര് പറഞ്ഞു? ഞാനുണ്ട് അമ്മയുടെ കൂടെ. കാര്യം ഞാൻ കുറച്ച് എടുത്തുചാട്ടക്കാരിയൊക്കെയാ. തറുതല പറയുകയും അഹങ്കാരം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരെയും ചതിക്കത്തില്ലമ്മേ. അമ്മയ്ക്ക് എന്നെക്കാളൊക്കെ ഒരുപാട് ഇഷ്ടം സീതേടത്തിയോടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. എന്നിട്ട് എന്തുണ്ടായമ്മേ? സീതേടത്തി ഈ വീടിന്റെ ചങ്ക് പിളർത്തി കളഞ്ഞില്ലേ? പക്ഷെ ഞാനോ എന്റെ അമ്മയെ പാതി ജീവനാക്കിയ കുട്ടിമണിയോട് പോലും ഒരു പരിധിവരെ ക്ഷമിച്ചില്ലേ? ഇപ്പോഴും അമ്മ കരുതുന്നത് സീതേടത്തി പാവമാണെന്നാ. അതുകൊണ്ടാ കുട്ടിമണിയെയും മനസ്സജനെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന്. എന്റെ അമ്മേ, അത് സീതയിടത്തെയും മനസ്സജനും കൂടിയുള്ള ഒത്തുകളിയല്ലേ? ഇവിടെ നിറങ്ങിയ ഉടൻ മനസ്സജൻ സീതയിടത്തിയെ വിളിക്കുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു. മനസ്സജനു പിന്നെ ആ വീട്ടിലേക്കുള്ള വഴി നല്ല
നല്ല മനപ്പാടമാണല്ലോ. പാവം കുട്ടിമണിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്നാ എന്റെ പേടി. കുട്ടിമണിക്ക് അവിടെ എന്ത് സംഭവിക്കാൻ? എന്റെ അമ്മ ഇത്ര ശുദ്ധഗതിക്കാരിയായി പോയല്ലോ. കുട്ടിമണിയല്ലേ ഇപ്പൊ അവരുടെ ഇടയിലെ കരട്. സീതയിടത്തേക്കൊപ്പം ജീവിക്കുന്നതിനാ മനസ്സുജൻ കുട്ടിമണിയുടെ ഭർത്താവ് ചമഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അവൻ ഇഷ്ടപ്പെടുന്നതേ സീതയിടത്തേക്കൊപ്പം ഉള്ള ജീവിതമാ. അവൻ ആഗ്രഹിക്കുന്നതും അവരുടെ കുഞ്ഞിനെയാ. ഇപ്പൊ അമ്മ ചോദിക്കും കുട്ടിമണിയോട് കാണിച്ച സ്നേഹമോന്ന്. അത് അഭിനയമാ, അഭിനയം. അപ്പൊ അമ്മ ചോദിക്കും കുട്ടിമണിയുടെ വയറ്റില് വളരുന്ന കുഞ്ഞോന്ന്. അത് അവർക്ക് പറ്റിയ ഒരബദ്ധം. എനിക്കൊന്നും അറിയത്തില്ല എന്റെ പരുത്തിക്കവലമ്മേ. അമ്മ ഇങ്ങനെ ഭഗവതിയെ വിളിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഭഗവതി നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് എന്തിനാ? സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അല്ലേ? എന്തായാലും അമ്മ ഒന്ന് ആലോചിക്കും. ദേ ഒരു കാര്യം ഞാൻ പറയാം. സീതേടത്തിയുടെ വീട്ടിൽ കുട്ടിമണിയും കുട്ടിമണിയുടെ കുഞ്ഞും സുരക്ഷിതരല്ല. മോളെ, ആരൊക്കെ എതിർത്താലും കുട്ടിമണിയെ ഈ വീട്ടിൽ തന്നെ നിർത്തണോ അമ്മേ? അവളങ്ങനെ അഭയാർത്ഥിയെ പോലെ വല്ല വീട്ടിലും പോയി നിൽക്കേണ്ട കാര്യം എന്താ? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ. രവിയേട്ടനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. തൽക്കാലം അമ്മ ഈ കാപ്പി കുടിക്കും. എനിക്ക് വേണ്ട മോളെ. അതെന്താ, ഞാൻ തന്നോണ്ടാണോ? എന്റെ കൈകൊണ്ട് ഞാനിട്ട കാപ്പിയാ. വേണ്ടിട്ട മോളെ. തൊണ്ടേന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ഇറങ്ങുന്നില്ല. അതൊക്കെ അമ്മയുടെ തോന്നല. ചെറു ചൂടിനെ ഈ കാപ്പി ഒന്ന് കുടിച്ചേ. എന്റെ കൈകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു കാപ്പി ഇട്ട് തന്നിട്ട് അമ്മ അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും കേട്ടോ. അമ്മ കുടിച്ചോളാം. ഇറക്കി വിട്ടതല്ലേ രവി സിജനെയും കുട്ടിമണിയും അവിടുന്ന്. പിന്നെന്താ ഇവരിപ്പോ തിരിച്ചു വരണമെന്നൊരു തോന്നല്? അത് സീതയെടുത്തി. എന്താ നീ എന്നെ വിളിച്ചത്? സീത എടുത്തിന്നോ? അതെ, സീതയെടുത്തിന്ന്. രവിയേട്ടൻ സീതയെടുത്തിന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്. പിന്നെന്താ? ഇടയ്ക്ക് വിളിയൊക്കെ ഒന്ന് മാറ്റിയായിരുന്നല്ലോ കലമോളെ. നിങ്ങളൊന്നോ നീയൊന്നോ. എന്റെ പൊന്ന് സീതയെടുത്തി, നമ്മൾ തമ്മില് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. സീതയെടുത്തി അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് പ്ലീസ്. ഞങ്ങൾ ആരും ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്നവരല്ല എന്ന് കരുതി രവിയുടെ ചേട്ടനോട് ക്ഷമിക്കത്തുമില്ല. ക്ഷമിക്കരുത്, ക്ഷമിക്കേ അരുത്. ഗർഭിണിയായ സീതയെടുത്തിയെ ഉപേക്ഷിക്കാന്ന് വെച്ചാ? കലമോൾക്ക് എന്നു മുതലാ സീതയെടുത്തിയോട് ഇത്രയും സ്നേഹം? അത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമ്മള് പഴയ പ്രശ്നങ്ങള് മറന്നല്ലേ പറ്റൂ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പോളിസിയാണോ? എന്റെ സീതയെടുത്തി, അമ്മ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. അയ്യോ, അമ്മ എനിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്തു വിട്ടായിരുന്നോ? ഈ കുഞ്ഞാനി വയറ്റിലുള്ളോണ്ടേ എനിക്ക് എപ്പോഴും അങ്ങ് വിശപ്പ് വന്ന. കുട്ടിമണിയെ കൊണ്ട് ചെല്ലണോന്ന് അമ്മയ്ക്കാ നിർബന്ധം. അത് അമ്മ പറയട്ടെ. സിജ, അമ്മ പറഞ്ഞിട്ട് തന്നെ വന്നതാ ഞങ്ങൾ. അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മയ്ക്ക് പനിയാ. കുട്ടിമണിയെ കാണണോന്ന് പറഞ്ഞ് കരച്ചില്ല. സൈക്കോളജിക്കൽ വർക്കൗട്ട് ആണോ കലമോളെ? ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്? അല്ല സീതയെടുത്തി, സത്യമാ. കുട്ടിമണി പോന്നത് പിന്നെ അമ്മ തളർന്നു. അത് പിന്നെ അങ്ങനെ വരത്തില്ലയോ? മക്കൾ അടുത്തില്ലെങ്കിൽ അമ്മമാരുടെ നെഞ്ചിന്റെ സ്ഥാനത്തെ ഒരു തീച്ചൂളയാ. അതാ സീതയെടുത്തി.
മനസ്സിനാണ് തീരുമാനം എടുക്കേണ്ടത്. അടിച്ചിറക്കി വിട്ട ആ വീട്ടിലേക്ക് തൽക്കാലം ഞാനില്ല. അയ്യോ മനുഷ്യ, എന്റെ അമ്മച്ചി പനിയല്ലേ. അമ്മയെ നമുക്ക് പോയി കാണാൻ കുട്ടു. ഇറക്കി വിട്ടവരെ അറിയാവുന്നതുപോലെ ഇപ്പോ തിരിച്ചു വിളിക്കാൻ വന്നവരെ എനിക്ക് നന്നായിട്ട് അറിയാം. സിജൻ ഇങ്ങനെയൊന്നും പറയരുത്. മതി, ആ കാറിന്റെ ചാവി തിരിച്ചു മേടിച്ചതിന്റെ വിഷമ സിജനെന്ന് എനിക്കറിയാം. ഒരു ദേഷ്യത്തില് മതി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അതൊന്നും എന്റെ മനസ്സിലേ ഇല്ല രവിയേട്ടാ. വിഷം കഴിച്ച് ചത്തുപോയ എന്റെ അച്ഛന് ഒരു ഇന്നോവ കാർ എനിക്ക് വേണ്ടി വാങ്ങിച്ചിടാൻ പറ്റിയില്ല. അതെന്റെ ഗതികേട്. ഇനി ഞാൻ വേറെ വണ്ടി ഓടിച്ചോളാം. മനുഷ്യനെ ഇനി കാറൊന്നും ഓടിച്ചണ മനുഷ്യ, ഇനി വിമാനം ഓടിച്ചാ മതി. അതാവുമ്പോ ആകാശത്തൂരി അങ്ങ് പോവാം. ഓ, ഈ റോഡിലാണെങ്കിലും മൊത്തത്തിൽ അങ്ങ് കുയ്യല്ലേ. സിജ, അപ്പോ വരത്തില്ലേ അങ്ങോട്ട്? ബാലേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. അങ്ങേരിപ്പോ വഴി തെറ്റിക്കുന്നത് അവരാ, ആ വക്കീലേട്ടത്തി. ആ ജന്തുബാല. എന്താ കലമോളെ, ഇന്ദുവും കലമോളും തെറ്റിയോ? അല്ല, ഇന്ദുവും എന്തെങ്കിലും? ഏയ്, എനിക്കല്ലെങ്കിലും അവരോട് വലിയ ഇണക്കമൊന്നും ഇല്ലായിരുന്നു. സിജനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ എനിക്കൊരു മറുപടി പറയാൻ പറ്റത്തില്ല രവിയേട്ട. ആലോചിക്കണം. പിന്നെ രവിയേട്ടൻ ഞങ്ങളെ വിളിക്കാൻ വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. സിജ, പക്ഷേ ഞാൻ പറയാം രവിയേട്ട. പിന്നെ അമ്മയോട് പറഞ്ഞേക്കണം, വയലോരം വീട്ടിൽ ജീവിച്ചതിനേക്കാൾ 10 ഇരട്ടി സൗഭാഗ്യത്തിലെ കുട്ടിമണി മനസ്സിനൊപ്പം ജീവിക്കുമെന്ന്. വയലോരം വീട്ടിൽ കുട്ടിമണി അച്ഛയുടെ രാജകുമാരിയായിരുന്നെങ്കിൽ ഇവിടെ മനസ്സിന്റെ മഹാറാണി. ഞാൻ മഹാനാണിയായോ? മഹാനാണി. എല്ലാരും ഇതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോവാ മക്കളെ. വേണ്ട. നോ താങ്ക്സ്. അയ്യോ പേടിക്കണ്ട, ഊണുമേശയിൽ ഇറക്കി വിടുന്ന പതിവ് ഇവിടെ ഇല്ല. അയ്യോ വേണ്ടാഞ്ഞിട്ടാ. ആ എന്നാ ശരി. വാ കുട്ടു. കൊരിങ്ങച്ചനും ഭാര്യയും പോനോല്ലോ ഒന്നല്ലേ. പൊന്നെ, ഇത്തിരി കടുപ്പായി പോയല്ലേ? എന്ത് ചായയോ? അതല്ല. പിന്നെ? അല്ല, നമ്മുടെ സീതയുടെ വീട്ടിലേക്ക് നാണം കെട്ട് ചെന്നതും നമ്മൾ വിളിച്ചിട്ടും സിജൻ വരാതിരുന്നതും ഒക്കെ. അതോ, അത് സാരമില്ല. യുദ്ധത്തിൽ അങ്ങനെ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തേണ്ടി വരും. ഇന്ന് ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന പല നീക്കങ്ങളും നാളെ ഭാവിയിൽ ഒത്തിരി ഗുണം ചെയ്തേക്കും. അല്ല, സിജനും കുട്ടിമണിയും തിരിച്ചു വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം ചെയ്യാനാ? അതാണ് മനുഷ്യ ബുദ്ധിപരമായ കളി. ഗർഭിണിയായ പെങ്ങളെ വീട്ടിൽ നിറക്കി വിട്ട അതിക്രൂരനായ ആങ്ങളയുടെ ചിത്രമാ ഇപ്പൊ ബാലേട്ടന്. ഈ സമയം നിങ്ങൾ മുതലെടുക്കണം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ക്രൂരനും കണ്ണിച്ചോരയില്ലാത്തവനും ഒക്കെ ആണല്ലോ നിങ്ങളിപ്പോ. ഭ്രാന്തനാണെന്ന് പറയുന്നവരും ഉണ്ട്. അത് നിങ്ങളുടെ പൂജ കണ്ടിട്ട് അസൂയുള്ളവരാ. ആ പൂജയുടെ പച്ചയില നിങ്ങളിപ്പൊ പിടിച്ചു നിൽക്കുന്നെ. അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് ഞാൻ എപ്പോഴേ എന്റെ വഴി നോക്കി പോയേനെ. അയ്യോ, ദേ നോക്ക്, എന്റെ പൊന്നെന്നെ വിട്ടു പോകാതിരിക്കാനായി ഒറ്റക്കാലിൽ തപസ് ചെയ്യാനും ഞാൻ തയ്യാറാ. വേണമെങ്കിൽ ഹിമാലയത്തില് ഞാൻ പോവും. എന്തിന്? കൊടി നാട്ടാനോ? അല്ല, തപസ് ചെയ്യാൻ. മിക്കവാറും പോവേണ്ടി വരും, ഞാൻ പറയാം. മനസ്സിജൻ നല്ല ഒന്നാന്തര ക്രിമിനൽ ആണെന്ന് നിങ്ങൾക്കിപ്പൊ മനസ്സിലായില്ലേ? അവനും സീതയുടെയും തമ്മിലുള്ള ബന്ധവും എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന്റെ മീതെ ഒരു കണ്ണ് എപ്പോഴും വേണം. അല്ലെങ്കിൽ കുട്ടിമണിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ അമ്മയുടെ തല തല്ലി പൊളിച്ച് നിങ്ങളുടെ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാനീ പറയുന്നത്. അവക്കെന്ത് സംഭവിച്ചാലും മതികലയ്ക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അറിഞ്ഞിരിക്കണം, എല്ലാവരും മനസ്സിജന്റെ തനി നിറം. എന്നാലും അവനെക്കുറിച്ച് നമ്മളിങ്ങനെയൊന്നും കരുതിയില്ലല്ലോ മതി. സീതയുമായിട്ട് അവന് ബന്ധമുണ്ടെന്ന്. അതാണ് അവൻ. ജയിക്കാൻ വേണ്ടി
എന്ത് കളിയും കളിക്കുന്ന വൃത്തികെട്ടവൻ. ഛേ, നമ്മുടെ ബന്ധം തകർക്കാൻ പോലും അവൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാനും അവനും കൂടി നിൽക്കുന്ന ഫോട്ടോസ് ആരോ നിങ്ങൾക്ക് അയച്ചു തന്നത്. ഉവ്വ്. പക്ഷേ എന്റെ പൊന്നതിൽ നിരപരാധിയായിരുന്നല്ലോ. ആ ചതിക്ക് പിന്നിൽ ബാലേട്ടൻ മാത്രമല്ല, ഇവനും ഉണ്ടായിരുന്നു. അതിന്റെ പേരില് നമ്മുടെ ബന്ധം തകർക്കുന്നതായിരുന്നു നിങ്ങളുടെ ചേട്ടന്റെ ലക്ഷ്യം. അങ്ങനെ സംഭവിച്ച ആ ഗ്യാപ്പില് ഞാനുമായിട്ടൊരു ബന്ധം സൃഷ്ടിക്കുന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. ഞാൻ നിങ്ങളെ വിട്ട് അവന്റെ കൂടെ പോയാ അവൻ രക്ഷപ്പെട്ടില്ലേ? എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടല്ലോ. ഇനി വേണമെങ്കിൽ ഞാനും അവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വരെ അവൻ പറഞ്ഞു. ഓ പിന്നെ ഞാനത് വിശ്വസിക്കോ? എനിക്കറിഞ്ഞൂടെ എന്റെ പൊന്നിനെ. ആ അല്ല മതി, നമുക്ക് ആ ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് പോയി കാണണ്ടേ? നമുക്കൊരു ജീവിതം തുടങ്ങണ്ടേ? ഈ നടു റോഡിൽ വെച്ചോ? അയ്യോ അതല്ല. ഈ ചായ ഗ്ലാസും തിരിച്ചു കൊടുത്ത് കാശും കൊടുത്തിട്ട് വാ. അപ്പൊ ഇനി ബാക്കി അവിടെ വയലോരം വീട്ടിലെ ശാരദാമ്മയുടെ മുമ്പിൽ. എന്നാലും വല്ലാത്ത ഒരു അതിശയം തന്നെയാ. എന്നതാ? അല്ലെന്നേ, രവിയും ആ മതികല കൊച്ചും കൂടെ കുട്ടിമണിയെ സീജനെയും വിളിക്കാൻ വന്നതേ. അതത്ര നേരെ ചൊവ്വയുള്ള വരവായിട്ട് എനിക്ക് തോന്നി. ഓ, വല്യണ്ണന് പിന്നെ എല്ലാരെയും അങ്ങ് സംശയം. അമ്മാമ്മ പറഞ്ഞത് ശരി തന്നെയാ. വിളിക്കാൻ വന്നത് മതികലയല്ലേ? അവളുടെ മനസ്സിലിരിപ്പ് എന്റെ അത്രയും മറ്റാർക്കും അറിയത്തില്ല. എന്നതാ മോളെ? ഓ, ഒന്നുമില്ല. എന്തായാലും ഇറക്കി വിട്ടെടുത്തോട്ട് മനസ്സിയാൻ പോകണ്ട എന്ന് തന്നെ എന്റെ അഭിപ്രായം. അല്ല, കൊച്ചുങ്ങൾക്കും വലിയ ഒരു അന്തസ്. ആ, പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ പ്രസിഡന്റിനെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട്? ഓ, ഇവിടെ ഏതാണ്ട് ബഹളമായിരുന്നെന്നോ അതിലെ കഥാനായകനായ മനസ്സിനെ ഇവിടെ സ്ഥിരതാമസമാക്കിയെന്നും ആരാണ്ട് ചെന്ന് പറഞ്ഞു കൊടുത്തെന്നും. മനസ്സിന്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്നുള്ളത് പ്രസിഡന്റ് അറിഞ്ഞില്ലയോ? ഓ, പറഞ്ഞവരെ അത് പറഞ്ഞു കാണത്തില്ല. കേൾക്കുന്നവർക്ക് അത് കേൾക്കാനും താല്പര്യം കാണില്ല. ഏത് കാര്യവും പാതി കാണുകയും പാതി കേൾക്കുകയും ചെയ്യുന്നതാണല്ലോ അതിന്റെ ഒരു സുഖം. എന്റെ കൊച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട്, അതുറപ്പാ. നമ്മളെ കൂടെ വിഷമിപ്പിക്കണമെന്ന് കരുതിയാവും അല്ലേ പെങ്ങളെ? പണ്ടേ ദൈവം അവക്ക് കൊടുത്ത ഒരു വരമാ അത്. സങ്കടം ഉള്ളിൽ ഒതുക്കാനും കണ്ണു നിറയാതെ കരയാനുമുള്ള കഴിവ്. വയലോരം വീട്ടിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പെങ്ങളെ. നമ്മുടെ കൊച്ചിനെ ഇടയ്ക്ക് കാണാതായത് പോലും അതിന്റെ ഭാഗമായിട്ടാ. ആ, കൊച്ചു നിന്നപ്പം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നകുലൻ തൃശ്ശൂരിലെ പണിയൊക്കെ മതിയാക്കി തിരിച്ചിങ്ങ് എത്തിയിട്ടുണ്ട്. ഈശ്വര, അവിടെ ഏതോ കമ്പനിയിൽ വണ്ടി ഓടിക്കുമായിരുന്നില്ലേ? ആ, അതൊക്കെ വിട്ടു. ഇവിടെ ഏതോ ക്രഷർ യൂണിറ്റിൽ വണ്ടി ഓടിക്കാൻ കയറിയിട്ടുണ്ടെന്നും. ആ, അവന്റെ സ്വഭാവത്തിന് അത് തന്നെ നല്ലത്. അതാവുമ്പം ഒറ്റയടിക്ക് രണ്ടിലൊന്നും അറിയാമല്ലോ. നകുലൻ ഇങ്ങോട്ടെങ്ങാനും വരുവോ വല്യണ്ണ? വരാനായിരുന്നെങ്കിൽ ഇത്രയും ദിവസം ആയില്ലേ? വരത്തില്ല. അതും സീത ഇങ്ങനെ ഇരിക്കുമ്പം. അല്ല, ഇനിയിപ്പൊ പഴയ ഇഷ്ടം പറഞ്ഞോണ്ട് വന്നിട്ടും കാര്യമില്ലല്ലോ. എന്നാലും എല്ലാം കൊണ്ടും മനസ്സിലൊരു പേടി. പെങ്ങള് പേടിക്കണ്ട. ഇനി ഇങ്ങനെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ പറഞ്ഞു പേടിപ്പിക്കുകയും വേണ്ട. എന്നിട്ട് പറയും മോളെ, കുട്ടിമണി എന്തു പറഞ്ഞു? സന്തോഷമാണോ കുട്ടിമണിക്ക് അവിടെ? ഓ, എന്തോന്ന് സന്തോഷം. പാവം ആകെ കോലം കെട്ടിയിരിക്കും അമ്മ. അയ്യോ, പിന്നല്ലാതെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ മറ്റെവിടെങ്കിലും പറ്റൂ? കാര്യം, ഞാൻ കുട്ടിമണിയെ വഴക്ക് പറയും, ഒന്ന് രണ്ട് കുഞ്ഞുന്നുള്ളും അടിയൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് എന്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അവള് നേർവഴിക്ക് വരാൻ വേണ്ടിയല്ലേ. എന്റെ അമ്മയോട് അത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചോണ്ടിരിക്കുക, കുട്ടിമണിയോട് ദേഷ്യം തോന്നല്ലേ, കുട്ടിമണിയോട് ദേഷ്യം തോന്നല്ലേ എന്ന്. കുട്ടിമണി എന്തു പറഞ്ഞു മോളെ? അത് പറയേ. എന്തു പറയാൻ, കൊറേ കരഞ്ഞു. രവിയേട്ടനും വലിയ വിഷമമായി. രവിയേട്ടനായിരുന്നു നിർബന്ധം പോയി കുട്ടിമണിയെ വിളിച്ചോണ്ട് വരണോന്ന്. അവൾ ഒരു അഭയാർത്ഥിയെ പോലെ അന്യ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല മതിയെന്ന് പറഞ്ഞ് രവിയേട്ടനെ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയത്.
എല്ലാവരുടെയും നോട്ടത്തിൽ പാവൻ രവിയേട്ടനായിരുന്നല്ലോ വലിയ ഭയങ്കരനും കുഴപ്പക്കാരനും. ഇപ്പൊ കാര്യത്തോടടുത്തപ്പോ എന്തായി? ഇത്രയേ ഉള്ളമ്മേ. ഇപ്പോ ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും കുടുംബത്തോടും കൂടപ്പിറപ്പിനോടും രവിയേട്ടന് തന്നെ ഇഷ്ടമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും രവിയുടെ കുഞ്ഞുപെങ്ങളല്ലേ മോളെ. കുട്ടിമണി അവന് ദണ്ണം കാണാതിരിക്കുവോ? ഹാ, അത് മാത്രമല്ലമ്മേ, രവിയേട്ടന് ഈ ഒച്ചയൊക്കെ മാത്രമേ ഉള്ളൂ. ഉള്ളു ശുദ്ധമാ. പക്ഷേ അത് മനസ്സിലാക്കാൻ കുറച്ച് താമസിക്കുമെന്ന് മാത്രം. കുട്ടിമണി ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞില്ലേ മോളെ? പറഞ്ഞോന്നോ? കൊതിയാ പാവത്തിന് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാനും. അവിടെ കുട്ടിമണിയുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും നടക്കൂ? കുട്ടിമണി വിശക്കുമ്പോഴും വേദനിക്കുമ്പോഴും വയറ്റി കിടക്കുന്ന കുഞ്ഞുകൂടിയല്ലേ വിശക്കുന്നതും വേദനിക്കുന്നതും. എനിക്ക് തോന്നുന്നില്ല ആ കുഞ്ഞ് ഇങ്ങനെ പോയാ. അയ്യോ മോളെ, എന്റെ അമ്മേ, ഞാൻ ഇങ്ങനെ സത്യം പറയുമ്പോ അമ്മ അയ്യോ പൊത്തോന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ദേ, അതാ എനിക്ക് ദേഷ്യം വരുന്നത്. എന്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാൻ മേലായിരുന്നു മോളെ. ആ പിന്നെ എന്നിട്ട് വേണം ബാലേട്ടൻ വന്ന് രവിയേട്ടന് നേരെ വെട്ടുകത്തിയും കോടാലിയും എടുക്കാൻ. ബാലേട്ടനെ കുട്ടിമണിയുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ആരാ? ഈ പറയുന്ന ഇന്ദുവേടത്തി. പക്ഷേ ഇന്ദുവേടത്തി അതിന് തയ്യാറാവൂ? ഇല്ല. ബാലേട്ടനെക്കാളും കൂടുതൽ വൈരാഗ്യം ഇപ്പൊ ഇന്ദുവേടത്തിക്കാ കുട്ടിമണിയോട്. അതെന്തിനെ? അതെനിക്കും അറിയത്തില്ല. ചിലപ്പോ സീതേടത്തിയോടുള്ള വൈരാഗ്യം കൊണ്ടായിരിക്കും. സീതേടത്തിയും മനസ്സജനും തെറ്റ് ചെയ്തവരാ. പക്ഷെ പാവം കുട്ടിമണി എന്ത് പിഴച്ചു? ബന്ധങ്ങൾക്കിടയിലെ തെറ്റും ശരിയും ഒന്നും തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടിമണിക്കില്ലല്ലോ. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ സീത തെറ്റ് ചെയ്തെന്ന്. അമ്മ ഒരു കാര്യം ചെയ്യും, സീതയുടെ മാഹാത്മ്യം ചിന്തിച്ചോണ്ടിരുന്നു. ഒടുക്കം അമ്മയ്ക്ക് കാണാം ഗർഭിണിയായ മോളുടെ ശവം. ഇങ്ങനെ ഇറക്കി. ഇത് എന്നതാ ഇത്? കാറ്റാടിയാ? ഇതേ കാക്കാടി അല്ല, പിന്നെ ഇതാണ് ഹെലികോപ്റ്റർ. എന്നതാ? ഹെലികോപ്റ്റർ. അതാ പുള്ളിക്കാരി ഓ, ഉദ്ദേശിച്ചത്. ഹെലികോപ്റ്ററോ? അല്ല, കുട്ടിമണിക്ക് എന്തിനാ ഇത്? ഇതേ ഇങ്ങനെ പറക്കാൻ. അയ്യോ എന്റെ പൊന്നെ, ഇങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. വയറ്റിലെ ഒരു കുഞ്ഞുമണി ഉണ്ടേ. അയ്യോ കുഞ്ഞുമണിയാ പറഞ്ഞേ. അവക്ക് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പൊന്നു കുട്ടു, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുമണി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഹെലികോപ്റ്റർ കയറി പോവാന്ന്. എങ്ങോട്ടാ? ചൊവ്വായിലോട്ട്. ആരുടെ വായിലോട്ടല്ല, ചൊവ്വായിലോട്ട്. ചൊവ്വ. ചൊവ്വ. എന്നിട്ട് നമ്മള് ബുധനാഴ്ച തിരിച്ചു വരോ? വരും. എടി കുഞ്ഞുമണി, നമ്മളെ ഹെലികോപ്റ്ററെ കയറി അങ്ങ് പോവാ ചൊവ്വായിലോട്ട്. അയ്യോ എൻജോയ്. കണ്ടില്ലേ, സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു പോവാൻ മതികലയും രവിയും കൂടെ വന്നത്. അതെ, ഈ കൊച്ചേച്ചിയും കുഞ്ഞേട്ടനും വന്ന പോലെ വല്യേട്ടനും പൂത്ത വല്യേച്ചും കൂടി ഇങ്ങോട്ട് വരുവല്ലേ ചേച്ചി? അറിയത്തില്ല മോളെ. വരുവായിരിക്കും അല്ലേ? വന്നാലേ നമ്മള് പോവാ മനുഷ്യ. നോക്കാം, എന്തായാലും വല്യേട്ടൻ വരട്ടെ. അതെ, വരുമ്പോ വല്യേച്ചി ഞങ്ങളുടെ കൂടെ വരുവോ? ഇല്ല മോളെ, വല്യേച്ചിനി എങ്ങോട്ടും ഇല്ല. എന്നാ പിന്നെ ഇനി ഞാനും എങ്ങോട്ടും ഇല്ല.
എന്റെ അമ്മയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ, പിന്നെ അച്ഛയുടെ ആ വലിയ കുഞ്ഞമ്പലല്ലേ അതും കൂടെ പൊളിച്ചും കൊണ്ടുവരാം. ഒരു പൊളി, സൂപ്പറേ സൂപ്പർ. സിജൻ എന്ത് തോന്നി മതികലയുടെ ഈ വരവിനെ കുറിച്ച്? അവളുടെ കണ്ണുകളിൽ നോക്കിയാൽ മതി, അവളുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് പിടികിട്ടും. ഒരു മരണവാറണ്ട് അവളുടെ കണ്ണിൽ ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞിന് വേണ്ടി പണി തുടരുകയാണവൾ. മക്കളുടെയും മരുമക്കളുടെയും യഥാർത്ഥ മുഖം എന്താണെന്ന് കൂടി അമ്മ അറിഞ്ഞു വെക്കണമായിരുന്നു. എന്തായാലും സീതയെടുത്തി തന്നതുപോലത്തെ ദുഃഖമൊന്നും അമ്മയ്ക്ക് എന്നെ കൊണ്ടുണ്ടാവത്തില്ല. മോളെ, അയ്യോ, എന്താ അമ്മേ? ഞാനൊരു കാര്യം പറഞ്ഞ അത് തെറ്റാണോ ശരിയാണോന്ന് മോള് പറയണം. അത് എനിക്കങ്ങനെ വലിയ പക്വത അറിവൊന്നും ഇല്ലല്ലോ അമ്മേ. എന്നാലും അമ്മ ചോദിക്ക്. എന്റെ അറിവിന്റെ പരിമിതിക്കകത്ത് നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം. അല്ല, മോക്കതിന് മറുപടി പറയാൻ കഴിയും. അമ്മ ചോദിക്ക്. ഞാനൊന്ന് കുട്ടിമണിയെ കാണാൻ പോട്ടെ. കുട്ടിമണിയെ കാണാനോ? സീതയുടെ വീട്ടിൽ പോവാൻ അല്ലേ? നല്ലതമ്മേ, പോണം. അല്ല, പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ മോളെ? അമ്മ അമ്മയുടെ മോളെ കാണാൻ പോകുന്നതിന് എന്തു കുഴപ്പം? അതല്ല മോളെ, സീതയുടെ വീട്ടിലേക്കല്ലേ പോകുന്നേ? അതും അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? സീതയിടത്ത് ഇപ്പോഴും 100% നല്ലവളാണെന്നല്ലേ അമ്മ പറയുന്നത്? ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ നല്ലവരായി കാണാനാ മോളെ എന്നും എനിക്കിഷ്ടം. ഈ അമ്മയ്ക്ക് അതേ അറിയൂ. അതമ്മയുടെ നല്ല മനസ്സ്. പക്ഷേ മക്കളുടെയും മരുമക്കളുടെയും യഥാർത്ഥ മുഖം എന്താണെന്ന് കൂടി അമ്മ അറിഞ്ഞു വെക്കണമായിരുന്നു. എന്തായാലും സീതയെടുത്തി തന്നതുപോലത്തെ ദുഃഖമൊന്നും അമ്മയ്ക്ക് എന്നെ കൊണ്ടുണ്ടാവത്തില്ല. ഞാനെന്തായാലും എന്റെ ഭർത്താവിനെ വഞ്ചിക്കത്തില്ല. അത് ഓർത്തിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ. അപാര മനക്കെട്ടിയുള്ളവർക്കേ അതൊക്കെ പറ്റൂ. മോൾ അമ്മ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഞാൻ പോയാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? ദേ, അമ്മ തന്നെ പിന്നെ അത് തന്നെ ചോദിക്കുന്നു. എന്ത് കുഴപ്പം അമ്മേ? അമ്മ ധൈര്യമായിട്ട് പോയി കാണും. ഈ അവസ്ഥയില് കുട്ടിമണിക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതൊരു പക്ഷേ ബാലിന് ഇഷ്ടപ്പെടുമെന്ന എന്റെ പേടി. അമ്മയ്ക്ക് നാണമില്ലേ ഇത് പറയാൻ? ആരാ ഈ ബാലൻ? അമ്മയുടെ മോനല്ലേ, അല്ലാതെ അമ്മയുടെ രക്ഷകർത്താവൊന്നും അല്ലല്ലോ അമ്മ ഇത്രയങ്ങ് പേടിക്കാൻ. ഞാൻ പറഞ്ഞത് അമ്മ കുട്ടിമണിയെ മാത്രം നോക്കിയാ മതി. കുട്ടിമണി എവിടെ നിൽക്കുന്നു എന്ന് അമ്മ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിൽക്കാൻ ആ പാവത്തെ അനുവദിക്കാത്തത് കൊണ്ടല്ലേ അവക്ക് വല്ലയിടത്തും പോയി നിൽക്കേണ്ടി വന്നത്. അമ്മ പോണം. ഇക്കാര്യത്തിൽ അമ്മ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അമ്മ ആരെ പേടിക്കാൻ? പിന്നെ സീതയിടത്തെ വിശ്വസിച്ചതിന് ദൈവം അമ്മയ്ക്ക് തക്ക മറുപടി തന്നതാ. ഇനിയും വിശ്വസിക്കാനാ അമ്മയുടെ ഭാവമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാം അമ്മയുടെ വിധി. മോളെ, എനിക്കൊന്നും അറിയത്തില്ല. ആര് പറയുന്നത് വിശ്വസിക്കണം, ആര് പറയുന്നത് കേൾക്കണം? അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് കേൾക്കാം. അമ്മ പോണം, കുട്ടിമണിയെ കാണണം. അതിന്റെ പേരിൽ വയലോരം വീട് നെടുകെ പിളർന്നു പോയെന്ന് പറഞ്ഞാ പോലും അമ്മ ധൈര്യമായിട്ട് നിൽക്കണം. ഞാനുണ്ട്, രവിയേട്ടനുണ്ട് അമ്മയ്ക്ക് സപ്പോർട്ടിന്. കുട്ടിമണിയെ കാണാൻ അമ്മ പോയില്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് അമ്മയോട് പൊറുക്കത്തില്ല. അതുറപ്പാ. ഞാൻ പോകും മോളെ. എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. അതാണ്, ഈ ധൈര്യമാണ് അമ്മയ്ക്ക് വേണ്ടത്. അമ്മ തൽക്കാലം ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. ആരും ഒന്നും അറിയാൻ വേണ്ട കേട്ടോ? ഇല്ല,
ആരോടൊന്നും പറയുന്നില്ല. മോള് മാത്രം അറിഞ്ഞാ മതി. ഞാൻ രവിയേട്ടനോട് പോലും പറയത്തില്ല. പോരെ? മതി. എന്തായാലും ഞാൻ ബാലിനോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. ആ. അങ്ങനെ പുതിയ കമ്പക്കെട്ടിന് തിരികൊളുത്തി. ഇനി അടുത്ത ഇരയിലേക്ക് പോകാം. വക്കീലടത്തി എന്ന ജന്തുബാല.